പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെ ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ
കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിങ്ങൾക്ക് ദൈവസന്ധിപ്പ് സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവപരിപാലന വിശ്വസിക്കുന്നവരെ ഡെസ്പാകേണ്ട കാര്യമില്ല, ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ആശങ്കപ്പെടുന്ന സ്വഭാവമാണ് എല്ലാവരുടേതും. ഇതിനെ അതിലംഘിക്കുന്നതിന് ആണ് ബൈബിളിലെ അഭിഷേകം എന്നൊരു പ്രത്യേക ഈ അനുഗ്രഹത്തിനേക്കാൾ മുകളിലുള്ള ഒരു സംഭവമാണ്, ഒരു ദൈവ ഇടപെടലാണ് അഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകം പലപ്പോഴും വരേണ്ടത് നെഗറ്റീവ് ഫീൽഡിലാണ് എപ്പോഴും അഭിഷേകം വേണ്ടി വരണത്. നെഗറ്റീവ്, ഇപ്പം നമുക്ക് എല്ലാ ജീവിതത്തിൻ്റെ നെഗറ്റീവ് സൈഡില്ലേ, അതിനെ അഭിമുഖീകരിക്കുന്നതാണ് നമുക്ക് അഭിഷേകം വേണ്ടി വരണത്. ഇപ്പം ജോലി കിട്ടുമ്പോൾ അത് അനുഗ്രഹമാണ്. പക്ഷേ അനുഗ്രഹം കിട്ടുന്ന ഒരു വരെ നമ്മൾ വിലയും കൂലിയും ഇല്ലാതെ പലയിടത്തും കൊച്ചാക്കപ്പെട്ടും ആരും അല്ലാതെ ആയി നമ്മളെ ഗണിച്ചും വീട്ടിലോട് പോലും നമുക്ക് വിലയില്ലാണ്ടാകുന്ന വരുമാനമില്ലാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാകത്തില്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഒരു അഭിഷേകം വേണ്ടത്. പണ്ടൊരു തകച്ചുദാരൻ എൻ്റെ അടുത്ത് വരുമായിരുന്നു. അപ്പോൾ അങ്ങേര് സസ്പെൻഡായി കാരണം ഇദ്ദേഹം ഈ നേരെ പോന്നൊക്കെ പറയുന്നില്ല, അതുപോലൊരു ടൈപ്പാണ്. ഫ്ലെക്സിബിൾ അല്ല ആള്. പുള്ളി ഇപ്പോൾ സമരമൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി പറയും യൂണിയൻകാരല്ലേ എനിക്ക് ശമ്പളം തന്നത്, സർക്കാരാണ് എനിക്ക് ശമ്പളം തന്നത്, അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജോലി ചെയ്യാൻ വരും. ഇത് കുറേക്കാരെ കൂടി കഴിഞ്ഞപ്പോൾ യൂണിയൻകാരുടെ കണ്ണിൽ ഇങ്ങനൊരു കരടായി. ഇങ്ങനെയുള്ളവരൊക്കെ നമുക്കറിയാമല്ലോ, അവർക്കൊക്കെ പ്രത്യേക മരുന്ന് യൂണിയൻകാരുടെ കയ്യിലുണ്ട്. പെട്ടെന്ന് ഒരു വിജിലൻസ് അന്വേഷണവും അദ്ദേഹത്തിൻ്റെ കണക്കും രജിസ്റ്ററും അദ്ദേഹത്തിൻ്റെ പ്രൊസീജിയറും എല്ലാം പിടിച്ചെടുത്ത് ഓൺ ദി സ്പോട്ടിൽ അതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് എല്ലാം കണ്ടെത്തി, മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ഫാബ്രിക്കേറ്റഡ് ആണ് അതിലാണ് കണ്ടെത്തി. സ്പോട്ടിൽ സസ്പെൻഡായി കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു ഞാനിങ്ങനെ നീതിയോടെയൊക്കെയാണല്ലോ ജീവിക്കണത്, സത്യത്തോടെയാണല്ലോ ജീവിക്കണത്, എന്നിട്ടും എനിക്ക് സസ്പെൻഷൻ വന്നല്ലോ. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ചിന്തിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ദൈവത്തിന് വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ചില ആൾക്കാർ ചിന്തിച്ച് പോകും. അങ്ങനെ ചിന്തിച്ച് പോകേണ്ട കാര്യം സംരക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ്. സംരക്ഷണം ഇല്ലാത്തവർ, ദൈവ സംരക്ഷണം ഇല്ലാത്തവർ ഇത് ഇങ്ങനെ എങ്കിലും മനുഷ്യൻ സത്യവും നീതിയും ചെയ്തിട്ടും പിന്നെ മനുഷ്യന് പണി കിട്ടിയല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം അങ്ങനെ ആ രീതി പോകും. ഇയാൾക്ക് അങ്ങനെയുള്ള പോക്കുകളൊന്നുമില്ല. ഇയാൾക്ക് ജസ്റ്റ് ഞായറാഴ്ച കുർബാനയൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ ഞായറാഴ്ച കുർബാന ഉണ്ട്, കുടുംബ പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ്. ഒരു നോമിനലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിന് എക്സ്ട്രാ ഒന്നും ചെയ്യത്തില്ല പുള്ളി. ബൈബിളിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് എക്സ്ട്രാ കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒക്കെ ഡേ ടു ഡേ ജീവിതത്തിലെ നമ്മൾക്ക് ഒരു നോർമലായിട്ട് ലൈഫ് പോകണമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ജോലിയുണ്ട്, കാശ് കിട്ടണമുണ്ട്, കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്, അവർക്ക് നല്ല മാർക്ക് കിട്ടണമുണ്ട്, നിങ്ങളുടെ മക്കളെ കെട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകണമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ലാതെ പോരുമ്പോൾ നിങ്ങളോർക്കും ഞാൻ മതപരമായ കാര്യങ്ങൾ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, ഞായറാഴ്ച ദേവാലയത്തിൽ പോകുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ കൂടെ പ്രാർത്ഥന ഉണ്ട്, ഓക്കെയാണ്. പക്ഷെ ഓക്കെ ആണെന്ന് എൻ്റെ ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിനെ ഈ കർത്താവ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അപ്രതീക്ഷിതമായ സമയത്ത് മനുഷ്യപുത്രൻ വരുമെന്ന്. അപ്രതീക്ഷിതമായ സമയം, ഈ അങ്ങനെയുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് ജീവിതത്തിൽ, അപ്രതീക്ഷിതമായ സമയം. അപ്പോൾ അതൊക്കെ മുമ്പ് എന്താ സംഭവിക്കണത്? സൂര്യൻ തണുത്തു പോകും, ചന്ദ്രപ്രകാശം തരത്തില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. മനുഷ്യപുത്രൻ വരണമല്ല പ്രശ്നം. ദൈവിക ഇടപെടലിന് മുമ്പ് സൂര്യൻ തണുത്തു പോകും. തണുത്തു പോകുന്ന കഴിഞ്ഞാൽ വല്ലാത്ത തണുപ്പായിരിക്കും. സൂര്യനാണ് തണുക്കണമെന്ന് ഓർക്കണം. അപ്പോൾ നമുക്ക് ചൂട് പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, സ്നേഹത്തിൻ്റെ ചൂടൊക്കെ പകർന്നു തന്ന്, നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരും നിലനിർത്തുന്നത് എന്താണ്? മനുഷ്യൻ്റെ സ്നേഹം തന്നെയല്ലേ നിലനിർത്തുന്നത്. സൂര്യൻ തണുത്തു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്നേഹിച്ച് ഭാര്യയെ വീട്ടോട്ട് പോയി കഴിഞ്ഞാൽ സൂര്യൻ തണുത്ത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ചൂട് തീർന്ന്.
ചന്ദ്രൻ പ്രകാശം തരത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ മക്കൾ നിങ്ങളെ അംഗീകരിക്കണില്ല. ഈ സഹസ്രധാരന് ഇപ്പം അങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കണേ എന്ന് കഴിഞ്ഞാൽ വരുമാനമില്ലല്ലേ ഇപ്പോൾ. ഇപ്പം മകൾ പറഞ്ഞ് സുവോളജിയാണ് അവൾ പറഞ്ഞ് സ്റ്റഡി ടൂറിന് പോകണമെന്ന് അമ്മയോട് പറഞ്ഞു. എല്ലാം അമ്മയോട് പറഞ്ഞു. അപ്പം അമ്മ അത് തക്കം നോക്കി ഇരിക്കുകയായിരുന്നു. കാര്യം അപ്പനെന്ന് പറഞ്ഞ കൈക്കൂലൊന്നും മേടിക്കാത്ത ആൾ, കിമ്പളമൊന്നുമില്ല. അപ്പം വൈഫ് അങ്ങനെ ആ ടൈപ്പല്ല. കാര്യം വെച്ചാൽ വൈഫിന് ഇയാളുടെ പുച്ഛമാണ്. പുച്ഛത്തെ കാര്യം ഈ വൈഫിൻ്റെ അനിയത്തി ഒരു എക്സൈസുകാരനെ കല്യാണം കഴിച്ചിരിക്കണേ. അപ്പോൾ അവർക്ക് കിമ്പളം കുറെ കിട്ടണുണ്ട്. അതുകൊണ്ട് അവർക്ക് കാറുണ്ട്, മക്കളുടെ ഉല്ലാസയാത്ര ഉണ്ട്, പിന്നെ ശനിയാഴ്ച ഔട്ടിംഗ് ഉണ്ട്, പുറത്ത് ഭക്ഷണം കഴിക്കലുണ്ട്, കുറേ പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ ഇതൊന്നും ഇല്ല. അത് കാരണം ആണെന്ന് പറഞ്ഞത് വൈഫിൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞാണ് ഈ വൈഫ് ഇയാളെ കുറ്റപ്പെടുത്തുന്നത്. പണ്ട് കുറ്റപ്പെടുത്തുകയാണ്. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ജോലിയില്ല. അപ്പോഴേ വൈഫിന് ഹസ്ബൻഡിനെ അടിക്കാൻ്റെ വടി കിട്ടിയിരിക്കണം. എന്താണ് കാര്യം? മകൾ വന്നിപ്പോൾ ചോദിക്കണം എന്താണ് സുവോളജി സ്റ്റഡി ടൂറിന് പോകണമെന്ന്. അപ്പോൾ എപ്പോഴും അമ്മ കാശ് കൊടുക്കും. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ കാശിന് കാശ് വേണ്ടേ, ചിരിച്ച് കാണിച്ചാൽ മതിയാന്ന് ചോദിക്കണേന് അങ്ങനെ ഒരു പാഠം പഠിപ്പിക്കാൻ പുതിയ സിലബസിന് മകളെ ഒരു ടീച്ചിങ് എയ്ഡായിട്ട് എടുത്തിട്ട് ഈ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പൻ്റെ അടുത്ത് പറഞ്ഞു വിടും. അപ്പനോട് ചോദിക്കുമെന്ന് പറയും. അപ്പോൾ അവൾ പറയും അപ്പ സ്റ്റഡി ടൂറാണ് 3000 രൂപ വേണമെന്ന് പറയും. അപ്പം പറയും എടി മകളെ ശമ്പളം പെൻഡിങ്ങാണ്, അച്ഛനെ കിട്ടുമ്പോൾ തരാം, നീ അമ്മയോട് ആരോടും മേടിക്കാൻ പറയും. ഉടനെ ഇവള് മുന്തേം കയറിക്കൊണ്ട് പോകും. അതാണ് ഞാൻ പറഞ്ഞത്. സൂര്യൻ തണുത്ത്. മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായം 29-ാം വാക്യം. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും. പൊടുന്നനെയാണ്. ഇതാണ് സംഭവം. പൊടുന്നനെ എന്നുള്ള വാക്ക് നിങ്ങൾ മനസ്സിൽ കരുതണം. ചില സമയത്ത് അപ്രതീക്ഷിതമായി. അപ്പം അതിൻ്റെ വാക്കിൻ്റെ മെയിൻ സംഭവം പൊടുന്നനെയാണ് കേട്ടോ. നിങ്ങൾ പറയും ഞങ്ങൾ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്, ഞങ്ങൾ വിശ്വാസം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ എൻ്റെ വലിയ ആന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ നോർമൽ ലൈഫിന് കുഴപ്പമില്ല. ഈ പൊടുന്നനെ എന്നും സാധനം വരും ആകസ്മികമായി. സൂര്യൻ ഇരുണ്ടു പോകും. പൊരുന്നനെ പുള്ളിക്ക് ഇപ്പം തഹസിൽദാറിൻ്റെ സൂര്യൻ ഇരുണ്ടില്ലേ, വൈഫ് സമരത്തിലായി, സ്നേഹത്തിൻ്റെ ചൂടൊന്നുമില്ല, തണുത്തു. ചന്ദ്രൻ പ്രകാശം തരികയില്ല. മക്കള് അവർക്ക് സുവോളജിക്ക് പൈസ കിട്ടാതെ വന്നപ്പോൾ ടൂർ വന്നപ്പോൾ അവള് ഇത്രയും നാള് സഹായിച്ച അപ്പൻ ഇന്ന് അപ്പനല്ലാതെ. ഇതെല്ലാം ഇത്രയും നിങ്ങൾ ഓർക്കണം കേട്ടോ. ആൾക്കാരെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ധാരണ ഉണ്ടാകണം. നിങ്ങൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഞങ്ങൾ സങ്കടമില്ലാതൊക്കെ പോകണം. എന്തുകൊണ്ട് പല വിഷയങ്ങളുണ്ടായിട്ടും ഞാനാണെങ്കിൽ ഒരു മനുഷ്യരോട് പറയരുത്. എന്താ കാര്യം? പറയാൻ ആളുള്ളതുകൊണ്ടാണ്. അതാണ് വിഷയം. കേൾക്കാനും പറയാൻ ആളുണ്ട്. അമ്മയും ഈശോയും ഉള്ളതാണ്. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ദൈവത്തിനേക്കാൾ പ്രാധാന്യം ഒരു മനുഷ്യനെയും കൊടുക്കരുത്. കാര്യം അവസാനം കഴിയുമ്പോൾ വരെ കർത്താവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം എന്താ സംഭവിച്ചെന്നറിയാമോ? ഇപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് സങ്കടപ്പെട്ടു. നമ്മൾ സങ്കടപ്പെടേണ്ട, കർത്താവ് പറഞ്ഞിട്ടില്ലേ വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന്. അത് ഭയങ്കര ബൈബിളിൽ ഏറ്റവും രസകരമായൊരു സംഭവമാണിത്. ഇതിന് താക്കോലാണ്. ഇത് വെച്ച് നമുക്ക് കൊട്ടാരം തുറക്കാൻ പറ്റും. ദൈവാനുഗ്രഹത്തിൻ്റെ കൊട്ടാരമില്ലേ, അത് തുറക്കാൻ പറ്റിയൊരു താക്കോലാണിത്. എന്താണ്? 5:46. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇതാരാ ചോദിക്കണത് അറിയാവോ? കർത്താവാണ് ചോദിക്കണത്. അല്ല ഔസേപ്പിതാവൊന്നും അല്ല ചോദിക്കണത്, കർത്താവാണ് ചോദിക്കുന്നത്. ഇനി ചോദിക്കാൻ ആരുമില്ല. സുപ്രീം കോടതി ഫുൾ ബെഞ്ചിലാണ് സംഭവം വന്നിരിക്കുന്നത്. വിശേഷവിധിയായി എന്താണ് ചെയ്യണത്? എൻ്റെ മക്കളെ, നമ്മൾ നോർമൽ ക്രിസ്ത്യൻസ് ആയിട്ടൊരു കഥയുമില്ല. നോർമൽ ലൈഫിന് ഓക്കെ. പക്ഷേ ഈ പൊടുന്നനെ നമ്മൾ സാധനം വരും. പൊടുന്നനെ എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഈ തഹസിൽദാറിന് സസ്പെൻഷൻ കിട്ടിയ പോലെയാണ്. പൊടുന്നനെ വന്നാണ്. പൊടുന്നനെ വരുമ്പോൾ അതിൻ്റെ കൂടെ കുറേ സാധനങ്ങൾ വരും. സൂര്യൻ തണുത്തു പോകും, ചന്ദ്രൻ പ്രകാശം തരത്തില്ല, നക്ഷത്രങ്ങൾ നിബന്ധിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? നമ്മുടെ പ്രത്യാശ വരെ പോകും.
നക്ഷത്രങ്ങൾ നിബന്ധിക്കും. നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിബന്ധിക്കും. പ്രത്യാശ നമുക്ക് ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ പോണത്, ആസാനം ടപ്പ് എന്ന് താഴെ വീഴും. നക്ഷത്രങ്ങൾ നിബന്ധിക്കും, ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോഴാണ് ഈ മനുഷ്യപുത്രൻ വരണത്. അത് എനിക്കറിയാം, സാറിന് അറിയത്തില്ലല്ല. നമ്മൾ സാറ് വിശേഷ വിദ്യയായി. സാറ് മുമ്പത്തേക്ക് സാറിപ്പോൾ നോർമൽ ക്രിസ്ത്യൻ ആയിട്ടാണ് പോയത്. സാറിന് അപ്ഗ്രേഡ് ചെയ്യാൻ ഈശോ ഉദ്ദേശിക്കുന്നു. അദ്ദേഹത്തിന് പണ്ട് പോലെയുള്ള പരിപാടിയാണ് അപ്ഗ്രേഡേഷൻ. അതുകൊണ്ടാണ് എപ്പോഴും അപ്ഗ്രേഡേഷൻ മുമ്പ് ടെസ്റ്റ് ഉണ്ടാവും. എപ്പോഴും ദൈവത്തിൻ്റെ രീതി അതാണ്, അപ്ഗ്രേഡ് ചെയ്യണ മുമ്പ്. ഇപ്പം നമുക്കുണ്ടല്ലോ പരീക്ഷകളൊക്കെ, 6ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് 7ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു പരീക്ഷയില്ലേ, അപ്ഗ്രഡേഷൻ്റെ ഭാഗമാണ് പരീക്ഷ. അതുകൊണ്ട് മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അവൻ ആത്മാവ് ശക്തിപ്പെട്ടെന്നല്ലേ പറയണത്. അപ്പോൾ ശക്തിപ്പെടുത്താനാണ് ശരിക്കും പറഞ്ഞാൽ ഈ പരീക്ഷകൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ തഹസിൽദാറിന് ഇപ്പം മരുഭൂമിയുടെ കർത്താവിൻ്റെ മരുഭൂമി പരീക്ഷ കഴിയുമ്പോൾ എന്താ പറയണത്, അവൻ ആത്മാവ് ശക്തിയോടെ, ലൂക്ക 4:14 യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ മരുഭൂമിയുടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ സംഭവിക്കണത്, ആത്മാവിന്റെ ശക്തിയോടെ. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, ഈ നോർമൽ വേ ഓഫ് ലൈഫിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യണ മുമ്പ് ഇതുപോലെ ടെസ്റ്റ് വരും. ഇപ്പൊ സാധാരണ ടെസ്റ്റായിട്ട് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. ഞാൻ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾ ബിസിനസ് ചെയ്യാം, കുറെ എക്സ്ട്രാ ഹോം വർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇത് കുറേ നാൾ മുമ്പുള്ള കഥയായത് കാരണം, സംഭവമായത് കാരണം പുള്ളിക്കാരൻ അന്ന് ചെയ്തതെന്ന് വെച്ചാൽ കുറേ ആൾക്കാരെ കളക്ട് ചെയ്ത് പിന്നെ എല്ലാ ശനിയാഴ്ച പുള്ളിക്കാരൻ പിന്നെ ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ആൾക്കാരെ കളക്ട് ചെയ്ത്, സസ്പെൻഷൻ കാലത്ത് പുള്ളി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്, ആൾക്കാരെ കളക്ട് ചെയ്ത് ധ്യാനത്തിന് കൊണ്ടുവരും. അതായത് പരിപാടി. ആ കാലങ്ങളിലെല്ലാം വൈഫും മക്കളും എല്ലാം പുള്ളിയെ സൂര്യൻ തണുത്തു പോവുകയും ചന്ദ്രൻ പ്രകാശം തരികാതിരിക്കുകയും നക്ഷത്രങ്ങൾ നിബന്ധിച്ചു പോകുന്ന കാലത്ത് കർത്താവ് നമ്മളെ കൈവിടത്തില്ലല്ല. എന്താ കാര്യം, കർത്താവിന് അങ്ങനെ ഒരു വാഗ്ദാനമുണ്ട്. അതിലെ ഈ ഉടമ്പടിയിൽ എല്ലാവരും കയറി വരുന്നതിൻ്റെ കാര്യം എന്താണ്, എന്താ കാര്യം, കർത്താവിൻ്റെ വാഗ്ദാനം എന്താണ്, ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. അത് കേൾക്കുമ്പോൾ എന്ത് ത്രില്ല. ഹെബ്രായ 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വൈഫും മകളും ഒക്കെ ഇപ്പൊ അവഗണിച്ചില്ലേ, പക്ഷെ കർത്താവ് നിന്നെ ഒരിക്കലും അവഗണിക്കത്തില്ല. ഇനിയിപ്പോൾ വൈഫുമാരെ മക്കളും കൂടി എൻ്റെ അടുത്തേക്കാരരുത്, മറിച്ച് ഭർത്താക്കന്മാരെ അവഗണിക്കേണ്ട കേസ് എന്തുമാത്രമാണ് ഉള്ളത്. ആരവഗണിച്ചാലും നിന്നെ അവഗണിക്കാത്ത കർത്താവിലേക്ക് കൂടുതൽ ആത്മബന്ധം പുലർത്താൻ വേണ്ടിയായിരിക്കും ഇതുപോലെയുള്ള തഹസിൽദാർ ടൈം കഴിഞ്ഞപ്പോൾ ആ കേസ് കർത്താവ് തന്നെ ഏറ്റെടുത്ത്. അത് മുഴുവൻ തള്ളിപ്പോയി തന്നെയല്ല, മുൻകാല പ്രാബല്യത്തോടെ അദ്ദേഹത്തിൻ്റെ ശമ്പളവും കിട്ടി, എല്ലാം കിട്ടി. പക്ഷേ എന്ത് കിട്ടി, എൻ്റെ കൂടെ കർത്താവിനെ കൂടെ കിട്ടി. അത്രയേ ഉള്ളൂ. ഒരു കുരിശ് കിട്ടുമ്പോൾ അതിലൂടെ കർത്താവിനോട് കിട്ടും. അതെപ്പോഴും ഓർത്തേക്കില്ല, ഒരു കുരിശിനെ കിട്ടിയാൽ നീ വിശ്വാസിയാണെങ്കിൽ അതിൻ്റെ കൂടെ കർത്താവിനെ കൂടെ കിട്ടും. അല്ല, നിങ്ങളെ കർത്താവിൻ്റെ കൂടെ കുരിശ് കിട്ടിയെന്ന് പറയരുത്, കുരിശിൻ്റെ കൂടെ കർത്താവിനെ കിട്ടിയെന്ന് പറയണം. താങ്ക് യു. എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലിജി, കൊല്ലം സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക സഭയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി എൻ്റെ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യമായിട്ട് എടുത്തത്. 2024 നവംബർ 18 ആദ്യമായിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിൽ ഞാൻ സമർപ്പിച്ച എൻ്റെ ജോലി സംബന്ധമായ ഒരു നിയോഗം, ഒരു എമൗണ്ട് എഴുതിയിട്ട് ആ സാലറിയിൽ എനിക്ക് ജോലി കിട്ടണം എന്നൊരു നിയോഗമാണ് ഞാൻ ആദ്യമായിട്ട് എഴുതിയിരുന്നത്. 2025 തീരുന്നതിന് മുമ്പ് എനിക്ക് ജോലി തരണമെന്ന് എൻ്റെ അമ്മയോട് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ സൗദിയിൽ നേഴ്സായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കോൺട്രാക്റ്റ് ഓഗസ്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ അവിടെ അടുത്ത് വലിയൊരു ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുകയും ഇൻ്റർവ്യൂവിന് സെലക്ട് ആവുകയും ചെയ്തു. അത് എൻ്റെ കഴിവുകൊണ്ടല്ല, കാരണം അത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അന്ന് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നും അറിയാതെയാണ്, ഒന്ന് വായിച്ചു പോലും നോക്കാനാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. അവിടെ അന്നൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരുന്നിട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്. എങ്ങനെയാണ് ഞാൻ അറ്റൻഡ് ചെയ്തതെന്നോ എന്താണ് പറഞ്ഞതെന്നോ എനിക്കറിയത്തില്ല. അവർ ചോദിച്ചതിനെല്ലാം എനിക്ക് മറുപടി പറയാൻ പറ്റി.
അവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ, എൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞ് അവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുകയും അവിടുന്ന് മെഡിക്കൽ എടുത്ത് പോരുവാനും കഴിഞ്ഞു. ഇവിടെ വന്ന് ഓഗസ്റ്റ് 25-ാം തീയതി ഞാൻ നാട്ടിൽ വന്നതാണ്. സെപ്റ്റംബർ ആദ്യം തന്നെ എനിക്ക് അവിടുന്ന് വിസ അയച്ചു തന്നു. പക്ഷേ തടസ്സങ്ങളായിരുന്നു പിന്നെ അങ്ങോട്ട് നേരിട്ടുകൊണ്ടിരുന്നത്. എല്ലാം ഡിലേ ആയിക്കൊണ്ടേയിരുന്നു. ഇവിടെ ഞാൻ സെപ്റ്റംബർ ആദ്യം വന്നു, പക്ഷേ ഉടമ്പടിയൊന്നും എടുത്തില്ല. തിരികെ പോയി, വന്ന് പ്രാർത്ഥിച്ചിട്ട് തിരികെ പോയി. ഓൾറെഡി വിസ വന്നിട്ടുണ്ട്. വിസ എല്ലാം കഴിഞ്ഞ് ടിക്കറ്റ് കെട്ടി എല്ലാം റെഡി ആയി കഴിയുമ്പോൾ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോകാമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം അതല്ലായിരുന്നു. എന്നെ ഇവിടുത്തെ സാക്ഷിയാക്കി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങൾ ഡിലേ ആയിക്കൊണ്ടിരുന്നു. എൻ്റെ വിസ റിജക്റ്റായി. ഒക്ടോബർ 31-ാം തീയതി വിസ റിജക്റ്റ് ആയെന്ന് പറഞ്ഞ ഏജൻറ്റ് എന്നെ വിളിക്കുന്നു. നവംബർ 4-ാം തീയതി ഞാനിവിടെ വന്നു. എൻ്റെ അമ്മയുടെ സന്നിധി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. കരഞ്ഞ് പ്രാർത്ഥിച്ച് നിയോഗം വെച്ചിട്ട് പോയി. നവംബർ 5-ാം തീയതി ഈ വിസ റിജക്റ്റ് ആയതിനു ശേഷം ഞാൻ എൻ്റെ HR-ഉമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇനി ഒരു വിസ തരാൻ പറ്റില്ല എന്നാണ്. നവംബർ 4-ാം തീയതി ഇവിടെ വിസ ഉടമ്പടി എടുത്തു. നവംബർ 5-ാം തീയതി ഞാൻ ആ മേഡത്തിനെ കോൺടാക്ട് ചെയ്ത മേഡം പറഞ്ഞു, ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം, എനിക്ക് അടുത്ത വിസ തരാൻ വേണ്ടി ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും വിസ അവർ നവംബർ 18 ആയപ്പോഴത്തേക്ക് തന്നു. 1-ാം തീയതി ആയപ്പോഴത്തേക്ക് അപ്രൂവൽ കിട്ടി. ഡിസംബർ 1 ആയപ്പോൾ അപ്രൂവൽ കിട്ടി. പിന്നെയും തടസ്സങ്ങൾ. അത് വീണ്ടും റിജക്റ്റായി. മെഡിക്കൽ എക്സ്പയറായി. ഫസ്റ്റ് മെഡിക്കൽ എക്സ്പയറായി. വീണ്ടും മെഡിക്കൽ എടുത്തു. അതിൻ്റെ ഡേറ്റ് തീരുന്നതിന് മുമ്പിട്ട് അവർ വീണ്ടും എംബസിയിൽ നിന്ന് തിരിച്ചു വിട്ടു. HRD അറ്റസ്റ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. വീണ്ടും ആ HRD അറ്റസ്റ്റേഷൻ കഴിഞ്ഞ് വിസ വീണ്ടും സ്റ്റാമ്പിങ്ങിന് വെച്ച് 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സ്പയറായി. ഫെബ്രുവരി 4 ആയപ്പോഴത്തേക്കും വിസ എക്സ്പയറായി, മെഡിക്കൽ എക്സ്പയറായി. പക്ഷേ എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നില്ല. അങ്ങനെ വീണ്ടും ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ചു. 28-ാം തീയതി ഫെബ്രുവരി 28-ാം തീയതി ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, ബ്ലെസ്സിങ് മേടിച്ചു. ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. മാതാവേ, നീ തന്ന ജോലിയാണ്, എൻ്റെ കൃപ കൊണ്ട് കിട്ടിയതല്ല, എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതല്ല. അമ്മ തന്നതാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടാൻ അമ്മ സഹായിക്കണമെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് 28-ാം തീയതി ശനിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അതിന് മുമ്പ് ഫെബ്രുവരി 28-ാം തീയതി അച്ഛൻ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പറയുന്നുണ്ടായിരുന്നു ഗോൾഡൻ നമ്പർ 7 എന്നൊരു നമ്പർ കാണിക്കുന്നുണ്ടെന്നോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മാർച്ച് 7-ാം തീയതി എൻ്റെ വിസ അടിച്ച് കിട്ടുന്നതായിരിക്കും. പക്ഷേ 28-ാം തീയതി പ്രാർത്ഥിച്ചിട്ട് പോയി. 3-ാം തീയതി അവിടുന്ന് വീണ്ടും വിളിക്കുന്നു, നിൻ്റെ പേപ്പറെല്ലാം തിരിച്ചു വിട്ടിരിക്കുന്നു, എനിക്ക് വീണ്ടും മെഡിക്കൽ എടുക്കണമെന്ന്. 1.5 മാസത്തോളം എംബസിയിൽ കിടന്നിട്ട് വിസ റിജക്റ്റ് സ്റ്റാമ്പ് ചെയ്യുകയോ തിരിച്ചു തരികയോ ചെയ്യാതിരുന്ന എൻ്റെ വിസ അച്ഛനെ കണ്ട് 3-ാമത്തെ ദിവസം എനിക്ക് അവർ തിരിച്ചയച്ചു തന്നു. 3-ാമത്തെ ദിവസം അയച്ചു. 3-ാം തീയതി അയച്ചു. 4-ാം തീയതി അവർ പറയുന്നു നിൻ്റെ വിസ എത്രയും പെട്ടെന്ന് ഇതായില്ലെങ്കിൽ 7 ദിവസത്തെ സമയം മാത്രമേ HR-ൽ നിന്ന് നിനക്ക് തന്നിട്ടുള്ളൂ. ഓൾറെഡി 7 മാസത്തോളം ആവുന്നു. 7 ദിവസത്തിനകത്ത് വെച്ച് ഇത് ശരിയായി കിട്ടണം എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഏജൻറ്റിനോട് ചോദിച്ചു, ഈ 7 മാസം കൊണ്ട് നടക്കാത്ത കാര്യം 7 ദിവസം കൊണ്ട് എങ്ങനെ നടക്കാനാണ്? കാരണം അത് അവിടെ നിന്ന് അയക്കുന്ന ഡോക്യുമെൻ്റ് ഇവിടെ വരാൻ തന്നെ 3 ദിവസം എടുക്കും. തിരിച്ച് അങ്ങോട്ട് അയക്കാനും 3 ദിവസം, 1 ദിവസം മെഡിക്കലിന്. പിന്നെ എങ്ങനെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാനാണ്? വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് 7 ദിവസമെങ്കിലും വേണം. അപ്പോൾ ഏജൻറ്റ് എന്നോട് പറഞ്ഞു, നീ എന്താണേലും പോയി മെഡിക്കൽ എടുക്കുക പെട്ടെന്ന് തന്നെ. എൻ്റെ കൈ കിട്ടിയതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ പോയി മെഡിക്കൽ എടുത്തു. ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ മെഡിക്കലിന് പോയത്. എക്സ്റേക്ക് പോയപ്പോഴും ബ്ലഡ് എടുക്കാൻ പോയപ്പോഴും എല്ലാം ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മെഡിക്കൽ എടുത്തു. ദൈവത്തിൻ്റെ കൃപയെന്ന് പറയാൻ മെഡിക്കൽ ഫിറ്റായി. 3 മണിയായി റിപ്പോർട്ട് കിട്ടിയപ്പോൾ. 3 മണി വെള്ളിയാഴ്ച അന്ന് തന്നെ അവിടെ അടുത്തൊരു കൊറിയർ സെൻറ്റർ വഴി അയച്ചു. ഒരു കാരണവശാലും 3 ദിവസത്തിനകത്ത് വെച്ച് ഇതുവരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കിട്ടിയിട്ടില്ല. വെള്ളിയാഴ്ച 3 മണിക്ക് ഞാൻ ഇവിടുന്ന് അയച്ച ഡോക്യുമെൻറ്റ് ശനിയാഴ്ച 4 മണിക്ക് മുമ്പ് എൻ്റെ ഏജൻറ്റിൻ്റെ കയ്യിൽ കിട്ടി, 24 മണിക്കൂറിനകത്ത് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവിൻ്റെ കൂടെയുണ്ട്, എന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ളത്. അങ്ങനെ തിങ്കളാഴ്ച ദിവസം 8-ാം തീയതി തിങ്കളാഴ്ച ദിവസം 8-ാം തീയതി അവർ സബ്മിറ്റ് ചെയ്തു സ്റ്റാമ്പിങ്ങിന്. 9-ാം തീയതി അവിടുന്ന് സ്റ്റാമ്പ് ചെയ്തു എന്നും പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. കറക്റ്റ് 7-ാമത്തെ ദിവസം അവിടുന്ന് HR-ൽ നിന്ന് 7 ദിവസത്തിനകത്തെന്ന് പറഞ്ഞു. ആ 7-ാമത്തെ ദിവസം എൻ്റെ വിസ അവിടെ സ്റ്റാമ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ എമിഗ്രേഷൻ ക്ലിയറൻസ് ആയിരുന്നു. എൻ്റെ കഴിവുകൊണ്ടല്ല, എൻ്റെ അമ്മയുടെ സമയച്ചുരുക്കം. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്, സഞ്ചാരി മാതാവാണല്ലോ, എല്ലാവരുടെയും കാര്യത്തിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ടല്ലോ, എൻ്റെ കാര്യത്തിൽ മാത്രം എന്ത് ഇത്രയും തന്നിട്ട് അമ്മ താമസിപ്പിക്കുന്നേ എന്നോർത്ത് ഞാൻ പ്രാർത്ഥിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ വചനം തുറക്കുമ്പോഴൊക്കെ ഏഷ്യ 66:9
പ്രസവത്തോളം എത്തിച്ചിട്ട് ഞാൻ പ്രസവം നടത്താതിരിക്കുമോ? ജന്മം നൽകി ഞാൻ നിൻ്റെ ഗർഭപാത്രം അടച്ചു കളയുമോ എന്നുള്ള തിരുവചനം എനിക്ക് കിട്ടുമായിരുന്നു. ഞാൻ ആ വചനത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. മനുഷ്യന് സാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. ഈ വചനങ്ങളൊക്കെ എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എന്നെ 7 ദിവസം കൊണ്ട് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തു. എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞു. എല്ലാം നടക്കുന്നത്, എൻ്റെ കാര്യത്തിലെല്ലാം നടക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമാണ്. ഇന്നലെ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ കൂടിയപ്പോൾ ഞാൻ നിയോഗത്തിൽ പറഞ്ഞു, മാതാവേ എനിക്ക് ഇന്ന് തന്നെ എൻ്റെ ടിക്കറ്റ് കിട്ടണം. ഇന്നലെ എനിക്ക് എൻ്റെ ടിക്കറ്റ് വന്നു. ഞാൻ വരുന്ന ശനിയാഴ്ച 4-ാം തീയതി പോവുകയാണ്. അതേപോലെ എൻ്റെ രോഗസൗഖ്യം, ഞാൻ സൗദിയിൽ 3 വർഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ വെച്ച് വെറുതെ പോയി ഒരു യൂട്രസിൻ്റെ സർജറി സ്കാൻ ചെയ്ത് നോക്കാൻ വേണ്ടി ചെയ്തു നോക്കി. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് എൻഡോമെട്രിയൽ തിക്നെസ് 20 mm ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോഴും അങ്ങനെ തന്നെ കാണിച്ചു. വേറൊരു ഹോസ്പിറ്റലിൽ പോയി ചെയ്തു, അവിടെ അങ്ങനെ തന്നെ. അവർ പറഞ്ഞു പീരീഡ്സ് കഴിയുമ്പോൾ നീ ചെയ്ത് നോക്കാൻ. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴും ഇങ്ങോട്ട് വരുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ പോയി ചെയ്ത് നോക്കിയത്. അന്നേരവും 18 mm ഉണ്ട്. അവർ പറഞ്ഞു നീ നാട്ടിൽ പോയി DNC ചെയ്യേണ്ടി വരുമായിരിക്കും, ബയോപ്സിക്ക് അയക്കേണ്ടി വരുമായിരിക്കും, എന്താണേലും നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞു. നാട്ടിൽ വന്ന് ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു. പ്രാർത്ഥിച്ചു മാതാവിനോട്. അതിനു മുമ്പേ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നുകൊണ്ട് മാതാവിനെ നിരന്തരം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, യൂട്രസ് നോർമലാണ് എന്ന് പറഞ്ഞു. അതുപോലെ എൻ്റെ തൊണ്ടയ്ക്ക് ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അത് അൾട്രാസൗണ്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു നീ സ്കാൻ ബയോപ്സിക്ക് വിടണമെന്ന് പറഞ്ഞു. അത് ഞാൻ ബയോപ്സിക്ക് വിട്ടു. ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു, ഒരു കുഴപ്പവുമില്ല എന്ന്. പിന്നെ എൻ്റെ ഇവിടെ വരുന്ന ഉടമ്പടി എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് കാൽമുട്ട് വേദനയായിരുന്നു. മുട്ട് മടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. പക്ഷേ ഞാനത് നിയോഗത്തിലൊന്നും വെച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് വേറെ ഒന്നും വേണ്ട, എൻ്റെ അമ്മയുടെ സന്നിധിയിൽ നിന്ന് മുട്ട് മടക്കി എനിക്ക് ജപമാല ചെല്ലാൻ പറ്റിയാൽ മാത്രം മതി. എനിക്ക് അതിന് വേണ്ടിയെങ്കിലും എൻ്റെ മുട്ടൊന്ന് മടക്കാൻ പറ്റണേ. ഞാൻ ജപമാലയ്ക്കൊക്കെ പോകുമ്പോൾ ഓരോ അമ്മച്ചിമാരൊക്കെ മുട്ട് മടക്കിയെന്ന് പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. ദൈവം ഇത്രയും ചെറുപ്പമായി എനിക്ക് മുട്ട് മടക്കി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പോലും അറിഞ്ഞില്ല. ഞാൻ ആ വേദന ഉള്ളപ്പോഴും ഞാൻ മുട്ട് മടക്കിയത് ജപമാല ചൊല്ലി. ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കുറേ മെഡിസിൻ അതിനു വേണ്ടി കഴിച്ചതാണ്. പക്ഷേ ഇപ്പം ഞാൻ ഒരു മെഡിസിനും കഴിക്കാതെ കൊണ്ട് എൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് മാത്രം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്കൊരു മുട്ടുവേദനയും ഇല്ല. ഞാൻ ജപമാല ചൊല്ലുന്നത് മുട്ടേ നിന്നുകൊണ്ടാണ്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് പൊതിച്ചോറ് ഉണ്ടാക്കി ഹോസ്പിറ്റൽ തോറും കൊണ്ട് കൊടുക്കാറുണ്ട്. അതേപോലെ രോഗികളായി കഴിയുന്നവരെ പോയി കണ്ട് പ്രാർത്ഥിച്ച് അവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ഇങ്ങനെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ അനാഥാലയങ്ങളിൽ ഒക്കെ പോയി സഹായം ചെയ്യുന്നത്, അവരെ ശുശ്രൂഷിക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ എവിടെ പോയി ചെയ്യാനാണ്, എനിക്ക് ആരെയും അറിയത്തില്ല, എവിടെയാണ് പോകേണ്ടതെന്നൊന്നും അറിയത്തില്ല, എങ്ങനെ സഹായം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അന്ന് ഉച്ചയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ച് ഉച്ചയായപ്പോൾ 2 സ്ത്രീകൾ വീട്ടിൽ വന്നിട്ട്, മോളെ ഞങ്ങളൊരു അനാഥാലയത്തിൽ നിന്ന് വരുവാണ്, എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. ഞാൻ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു. അന്ന് എന്നെക്കൊണ്ട് പറ്റുന്നത് കൊടുത്തിട്ട് അപ്പോൾ അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, മോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടോ, കൃപാസനത്തിൽ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ അവിടുത്തെ ഉടമ്പടിയിലാണ് എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തു. അത് കഴിഞ്ഞിട്ടും അവിടെ ഞാൻ സഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ വേറൊരു അനാഥാലയത്തിൽ ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സഹായം ചെയ്യുന്നുണ്ട്. സഹായം എല്ലാ മാസവും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ മുന്നിൽ വന്ന് സഹായം ചോദിക്കുന്ന ഒരു മനുഷ്യരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ആദ്യം ഇവിടുന്ന് പത്രം കിട്ടിയപ്പോൾ എൻ്റെ ദൈവമേ ഇത് ഞാൻ എങ്ങനെ കൊണ്ട് എല്ലാവരുടെയും കൈ കൊടുക്കും, എങ്ങനെ തീർക്കും എന്നായിരുന്നു എൻ്റെ വിഷമം. ആദ്യത്തെ കിട്ടി ഓരോ വീട് തോറും കൊണ്ടു നടന്ന് കൊടുത്തു. ഓരോരുത്തർ ഓരോ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി എതിരായിട്ടാണ് പറ്റിയത്, ഞങ്ങൾക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കാര്യങ്ങളിൽ ഇങ്ങനെ ഡിലേയും കൂടെ വന്നപ്പോൾ ഞാനൊരു ദൈവമേ എന്നെ കൈവിട്ടോ, ഉടമ്പടി എടുത്തിട്ട് എന്നെ ഒന്ന് കൈവിടല്ലേ, ഇവരുടെയൊക്കെ മുന്നിൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണേ എന്ന് ഞാൻ അന്നോട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് 2ാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ 3 കെട്ട് പത്രം തന്നു. എനിക്കറിയില്ല ആ പത്രം എങ്ങനെയാണ് തീർന്നതെന്ന്. ഞാൻ ഇവിടെ പത്രം കിട്ടുമ്പോൾ തന്നെ എല്ലാ മാസവും ഇവിടെ വന്ന് ഞാൻ പത്രം വാങ്ങുമായിരുന്നു. കിട്ടുമ്പോൾ തന്നെ ഞാൻ ഉടമ്പടി തൈലം വാങ്ങി തേച്ച് കുരിശ് വരച്ച് അതിനകത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നത്. ഓട്ടോ സ്റ്റാൻഡ് തോറും ബസ് സ്റ്റോപ്പ് തോറും ഹോസ്പിറ്റൽ തോറും എനിക്കറിയത്തില്ല, ഞാൻ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ കൊടുത്തു. 3 കെട്ട് പത്രമൊക്കെ നിസ്സാര സമയം കൊണ്ട് ഞാൻ കൊടുത്തു തീർക്കാൻ പറ്റി. പിന്നെ എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഇത്രത്തോളം എന്നെ നടത്തിയ ദൈവത്തിനും ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഇനി തുടർന്നും
ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി വളരാൻ പറ്റി. എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളായിരുന്നു എന്നുള്ളതല്ല, അതുകൊണ്ട് ഞായറാഴ്ച ക്രിസ്ത്യാനികളെന്ന് പറയാം, ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോവുകയോ പേരിന് പോയി നിന്ന് എന്തോ കണ്ടിട്ട് പോരുന്നു എന്നല്ലാതെ കൊണ്ട് ആത്മീയതയായിട്ട് ഒന്നും പറയാനില്ല. ഇപ്പോൾ ഉടമ്പടിക്ക് ശേഷം ഒരു ദിവസം പോലും മുടങ്ങാതെ കുർബാനയ്ക്ക് പോകുന്നതിനും കുടുംബ പ്രാർത്ഥനയൊന്നുമില്ല, വല്ലപ്പോഴും പ്രാർത്ഥിക്കും, കിടക്കാൻ നേരത്തുനിന്ന് ബൈബിൾ വായിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ കുടുംബത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനും ജപമാല ചെല്ലുന്നതിനും ഒരു ദിവസം പോലും മുടങ്ങാതെ ദൈവത്തെ വിളിക്കുന്നതിനും സാധിക്കുന്നുണ്ട്. ആത്മീയമായിട്ട് ഇത്രത്തോളം എന്നെ ഉയർത്തിയ എൻ്റെ ദൈവത്തിന് അതിനുവേണ്ടിയായിരിക്കും എന്നെ എൻ്റെ അമ്മ ഇത്രത്തോളം താമസിപ്പിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. ഇനി തുടർന്ന് ജീവിതകാലം മുഴുവൻ എൻ്റെ അമ്മയിൽ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ ഈശോയോട് ചേർന്ന് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തന്ന എല്ലാ നന്മകൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വചനമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് ഈ വചനത്തിൽ നാം കാണുന്നത്. ഉടമ്പടിയിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് നാം നടത്തുന്നത്. എത്ര പ്രശ്നങ്ങൾ വന്നാലും തളരാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതമാണ്. ഒരുപക്ഷെ ജോലി പ്രശ്നങ്ങളാവാം, സാമ്പത്തിക തകർച്ചകളാവാം, ഇതിലെല്ലാം ദൈവം ഒരു വഴി കാണിച്ചു തരും, ഒരു വഴി തുറന്നു തരുമെന്ന് വിശ്വസിക്കത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ചോദിക്കുന്നതും യാചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്തും തരുന്ന ഒരു ദൈവമാണ് നാം കണ്ടുമുട്ടുന്നത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കരം പിടിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത് പരിശുദ്ധ അമ്മയാണ്. രോഗാവസ്ഥയിൽ സുഖം പ്രാപിക്കുന്നതും ജോലിയില്ലായ്മയിൽ നിന്ന് ജോലി ലഭിക്കുന്നതും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നതും എല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ കൂടിയാണ്. ഈ മകളുടെ സാക്ഷ്യവും അതുപോലെ തന്നെയുള്ളൊരു സാക്ഷ്യമാണ് ലിജി തോമസ് എന്ന സഹോദരിയുടെ സാക്ഷ്യം. പ്രാർത്ഥിച്ചപ്പോഴും യാചിച്ചപ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചത് എന്തും കിട്ടുന്ന ആ ദൈവത്തോടാണ് ഈ മകൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത്. ജോലിയിൽ വന്ന ഒരു മാറ്റമാണ്. നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് കൂടുതൽ സാലറിയിലുള്ള ഒരു ഹൈ സാലറിയിലുള്ള ജോലിയാണ് ലഭിച്ചത്. ആ ബ്ലെസ്സിങ് കിട്ടിയ ഉടനെ വീണ്ടും പല തടസ്സങ്ങളാണ് ഈ മകൾ നമ്മൾ സാക്ഷ്യപ്പെടുത്തിയത്. ഓരോ ആഫ്റ്റർ തടസ്സങ്ങളാണ് ഈ മകൾ ഫേസ് ചെയ്യേണ്ടി വന്നത്. വിസയ്ക്ക് വേണ്ടിയിട്ടും മെഡിക്കൽ ഫിറ്റ്നസ്സും ഓരോ പ്രാവശ്യം റിജക്ഷൻ ആവുമ്പോഴും വീണ്ടും കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചപ്പോഴും പിന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി പ്രാർത്ഥിച്ചപ്പോഴും ഡെയിലി ബ്രെഡിൽ ആ മെസ്സേജ് ലഭിച്ചപ്പോഴും ഡെയിലി ബ്രെഡിൽ പറഞ്ഞത് ഗോൾഡൻ നമ്പറിൽ 7 എന്ന് കാണിക്കുന്നെന്ന് പറഞ്ഞപ്പോഴും ഈ മകൾ പൂർണ്ണമായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഉറച്ചു വിശ്വസിച്ചു എൻ്റെ ജീവിതത്തിലും ദൈവം ഒരു വഴി കാണിച്ചു തരുമെന്ന്. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് തന്നെ വിസ സ്റ്റാമ്പ് ചെയ്യാനായിട്ട് കൊടുത്തപ്പോഴത്തേന് അച്ഛനെ കണ്ട് 3-ാം ദിവസം പ്രൊസീഡിങ് എല്ലാം പ്രോസസ്സാവുകയാണ്. പിന്നീട് എല്ലാം പെട്ടെന്ന് തന്നെയായിരുന്നു. 7 മാസം കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് 7 ദിവസം കൊണ്ട് ഈശോയും അമ്മയും ഈ മയുടെ കാര്യത്തിൽ ഇടപെട്ട് ചെയ്തു കൊടുത്തത്. ഇതാണ് ഉടമ്പടി ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക, അപ്പോൾ നമുക്കത് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനം പറയുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനിൽ ലജ്ജിക്കേണ്ടി വരികയില്ല. നമ്മൾ ഓരോ പ്രാവശ്യം പത്രം കൊണ്ട് പോകുമ്പോഴും പലരും പലതും പറയുമെങ്കിലും നമ്മൾക്ക് ഒന്നും ലജ്ജിക്കേണ്ട കാര്യമില്ല. കാരണം ഓരോ പ്രാവശ്യവും പത്രം കൊടുക്കുമ്പോഴും നമ്മുടെ വിശ്വാസം ദൃഢപ്പെടുത്തുകയാണ്. മറ്റുള്ളവരെ റിജക്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ കാര്യങ്ങൾ പ്രൊസീഡിങ് ആവാതെ മെഡിക്കൽ ഫിറ്റ്നസ്സോ വിസയ്ക്ക് പോകുമ്പോഴെല്ലാം നമ്മൾ ഫിറ്റ് ആവാതെ അത് റിജക്ഷൻ ആവുമ്പോഴെല്ലാം ദൈവത്തിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ച് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നതായിട്ട് നാം ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഉടമ്പടിയിൽ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാം. നമ്മുടെ സംശയങ്ങളെല്ലാം നീക്കി ഉറച്ച വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ, മധ്യസ്ഥതയിലൂടെ, പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതവും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ലിജി തോമസിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.
യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ.